അടുത്തത് മീനം രാശിയാണ്. പീസസ് എന്നാണ് ഇംഗ്ലീഷ് നാമം. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് ഈ പീസസിൽ അഥവാ മീനം രാശിയിൽ വരുന്നത്. ഇവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 1 അഥവാ ലഗ്നത്തിൽ ശനിയാണ്, 5 വ്യാഴമുണ്ട്, 6 കേതു, 8 ശുക്രൻ, 9 രവി, 9 സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങളും, 12 രാഹുവും. ഇതാണ് ഗ്രഹസ്ഥിതി വരുന്നത്. ലഗ്നത്തിൽ ശനി ഉള്ള കാലമാണ്, ജന്മശനിയാണ്. അത് ഒരുപാട് ദോഷങ്ങൾ വരുത്തുന്നതാണ്. അത് കരിയറിലും അവനവൻ്റെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളിലും മങ്ങൽ ഉണ്ടാകുകയും ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന കാലമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാലമാണ്. പ്രത്യേകിച്ച് 5 വ്യാഴമുണ്ട്. ഒന്നിച്ച് ജോലി ചെയ്യുന്ന മറ്റുള്ളവർ ഒക്കെ ആയിട്ട് നല്ല ഒരു ബന്ധം, ഊഷ്മളമായ ബന്ധം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ജന്മശനി പല പ്രശ്നങ്ങൾക്ക് കരിയറിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് ആസ്തിയിൽ ഒക്കെ ചില ഗുണങ്ങൾ അഥവാ അതുകൊണ്ടുണ്ടാകുന്ന ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് താൽക്കാലിക ലാഭം പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ അഥവാ ലോങ് ടേം ആയിട്ടുള്ള ലാഭം മാത്രമാണ് ഇവിടെ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ അതുകൊണ്ട് ധനലാഭം ഉണ്ടാകുന്നതല്ല. ആരോഗ്യപരമായിട്ട് മനസ്സിനെ ഒരു ശാന്തതയിൽ എത്തിക്കണം. പലതരത്തിലുള്ള സംഘർഷങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, വൈറസ് സംബന്ധം, ദഹനക്കേട് മുതലായിട്ടുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിരന്തരമായിട്ടുള്ള ഈശ്വരഭജനം കൊണ്ട് വേണം ഈ 7 ശനി, ജന്മശനി മുതലായിട്ടുള്ള ദോഷകാര്യങ്ങളിൽ നിന്ന് നിവർത്തിക്കാൻ. കുടുംബ സംബന്ധമായിട്ട് മുതിർന്ന ആൾക്കാരുടെ, അതായത് ഗുരുക്കന്മാരുടെയും കാരണവന്മാരുടെയും ഒക്കെ അനുഗ്രഹം കിട്ടാവുന്നതാണ്. എന്നാൽ വിചാരിച്ച നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ അടിയന്തരമായിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അത് കുടുംബത്തിലും ഒക്കെ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം സാവധാനം എടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 17-ാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ്. വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വരഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ്. ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈശ്വരഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജന്മശനി, അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ കാലം ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. തത് ത്വം അസി. ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ്. ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ 18-ാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി. എന്താണ് ഈ തത്വമസി? തത് ത്വം അസി. അത് ഞാൻ തന്നെയാകുന്നു, അത് നീ തന്നെയാകുന്നു. ആ തത്വം എന്താണ്? ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന, മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന ഉപനിഷത്ത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്.